പാർസൽ റിട്ടേൺ എടുക്കാനും അതുപോലെ കൊടുക്കാൻ വേണ്ടും വരുന്നൊരു സ്ഥലമാണ്. സാംസങ്ങിന്റെ സർവീസ് സെന്ററാണ്. അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഞാൻ സാധനം എടുക്കാൻ വേണ്ടി വന്നു. അവർ സാധാരണ വെക്കുന്ന പോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്തു. ഹാൻഡ് ബ്രേക്കും അതുപോലെ ഗിയറും പിന്നെ സപ്പോർട്ടിന് ഒരു മരത്തിന്റെ കട്ടയും കൂടി സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടാണ് വണ്ടി വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കയറ്റിക്കൊണ്ട് രണ്ടുപേരുണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേര് സാധനം കയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വണ്ടി ഈ വെച്ച കട്ടയും കൂടി മറികടന്നിട്ട് വണ്ടിയും കൂടി ചാടി വന്നത്. ഇത് ടി വി ആയിരുന്നു? ഫുള്ള് ടി വി ഒന്നല്ല, പിന്നെ ടി വി പാനലാണ്. ടി വി പറ്റില്ല, പാനലാണ്. പാനലും അതുപോലെ തന്നെ അതിന്റെ മോട്ടറും മറ്റുള്ള സാംസങ്ങിന്റെ എല്ലാ ഒരുവിധ ഐറ്റംസിന്റെ ഏതെങ്കിലും ഐറ്റംസ് ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഇതിൽ അകത്തുള്ള സാധനങ്ങൾ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. നമ്മൾ ബോക്സിന്റെ എണ്ണം മാത്രമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അത് ഫുള്ളായി കയറിയിട്ടുമില്ല. ബാക്കി 2-3 ബോക്സാലും മാറ്റി കയറാണ്ടെന്ന് തോന്നുന്നു. കുട്ടികളെല്ലാം സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു മേഖല കൂടിയാണ്. അതെ, ഞാനും കാണാറുണ്ട്. കാരണം കുട്ടികൾ മാത്രമല്ല, എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ വലിയൊരു അപകടത്തിൽ നിന്ന് ഞാനേ രക്ഷപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാല് വണ്ടീനെ മാത്രമല്ല, ഇവിടുന്ന് ഒരു ഓട്ടോക്കാർ അവര് റെസ്റ്റിന് വേണ്ടി വന്ന് കടന്നു പറയുന്ന ഒരു സ്ഥലം കൂടിയാണ്. കാരണം വണ്ടി അധികം ഞാൻ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് അത്യാവശ്യം കുട്ടികളും പ്രായമുള്ളവർ ഇവിടുന്ന് ഈ റോഡ് സൈഡിലൊക്കെ താമസിക്കുന്നവരൊക്കെ വാഷ് ചെയ്യാനും കുളിക്കാനൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് ഒഴിവായി കിട്ടി. മാറുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കേന്ദ്ര ഡ്രൈവറും ആ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റ് അപകടങ്ങൾ ഒഴിവായത്.